ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശുവിനെയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, സ്വർഗത്തിൽ കയറാനായിട്ടൊരു പാസ് വേണം. ഇന്നത്തെ കാലത്ത് എവിടെ പോകുമ്പോഴും പാസ് വേണം. ഏത് സ്ഥലത്ത് കയറുമ്പോഴും പാസോ ടിക്കറ്റോ എന്തെങ്കിലും എടുത്തിരിക്കണം. റോട്ടിൽ കൂടെ പോകുമ്പോൾ പോലും ടോൾ കൊടുത്തിട്ട് വേണം നമുക്ക് പോകുവാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാ പാസും എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്, സ്വർഗരാജ്യത്തിൽ പോകുവാനുള്ള പാസ് എന്താണെന്ന്. അതിന് കൃത്യമായിട്ട് മറുപടി ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ പോകുവാനായിട്ട് കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണോ അവരാണ് സ്വർഗരാജ്യത്തിൽ പോകുക എന്ന് പറയുക. പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ചുരുക്കം പറഞ്ഞാൽ ഈ ഭാഗത്ത് പറഞ്ഞു വയ്ക്കുക, ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറയുകയാണ്. അതായത് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുവാനായിട്ട് പറയുകയാണ്. അത് ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട്. അതായത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഏറ്റവും വലിയ പാസ് എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. നമ്മൾ എല്ലാ ദിവസവും പോകേണ്ടതും സ്വീകരിക്കേണ്ടതുമായ ഈശോയുടെ തിരുശരീരമാണ് എപ്പോഴും സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ കടത്തുവാനുള്ള ഏറ്റവും വലിയ പാസ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഈശോയുടെ ആ വിശുദ്ധ കുർബാന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഭയഭക്തിയോടെ സ്വീകരിക്കുവാനായിട്ട് മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിലേക്ക് കയറുവാനുള്ള പാസ് എന്നും നമ്മുടെ കയ്യിലുണ്ടാവും. ഈ വരുന്ന 25 ദിവസം ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ 25 ദിവസം വിശുദ്ധ കുർബാന നമ്മൾ മുടക്കാതെ മുന്നോട്ട് പോകാം. ആ വിശുദ്ധ കുർബാനയാകുന്ന സ്വർഗത്തിലേക്കുള്ള പാസ് ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.